ഞങ്ങൾ അങ്ങനെ ഈ 12 സംഘം വന്നു പെട്ടത് എവിടെയെന്നറിയോ? ഈ വട്ടവഴ തന്നെയുള്ള സ്ട്രോബെറി ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. സ്ട്രോബെറി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇവിടെ സ്ട്രോബെറി വൈൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കണ്ടോ ഫ്രഷ് സ്ട്രോബെറിയാണ്. ഇവിടെ പേശി മണിക്കൊക്കെ മേടിക്കുന്നുണ്ട്. ഈ എണ്ണപ്പാടന്മാര് ഇവിടെ വലിയൊരു പാടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്നാലും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വിളവെടുപ്പ് കാണുമ്പോഴേ ഇത്രയധികം വിൽക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട്. അത് പുറമേ നിന്ന് കൊണ്ടുവരണ്ടോന്ന് അറിയില്ല. നോക്കിയാൻ കാണാൻ എന്തൊരു മൊഞ്ചാന്ന് നോക്കി കണ്ട. എപ്പോഴും ലൈനിലെ ആൾക്കാരാ. സ്ട്രോബെറി മേടിക്കാൻ അങ്ങ് വന്നു. അപ്പൊ ഇവന്മാരെ ചോദ്യം ഇല്ലാന്നറിയോ? വൈനുണ്ടോ സ്ട്രോബെറി വൈൻ. അപ്പൊ അതാ ചോദിക്കുന്നത് കണ്ടാ. ഒരു ഏരിയ കംപ്ലീറ്റ്. കാര്യം നമ്മൾ പോളിഹൗസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു മിനി പോളിഹൗസ് എന്നും പറയാം. കാരണം ഈ UV ഷീറ്റൊക്കെ ഇട്ടിട്ട് സൂര്യപ്രകാശം അകത്ത് കടത്തി വിട്ട് അതേസമയം തന്നെ മഴ പെയ്താൽ നനയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ ഇപ്പൊ രണ്ടു കാര്യങ്ങളുള്ള കാരണം കൊണ്ടാണ് ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ മഴ വെള്ളം നനഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ മഞ്ഞുവെള്ളം വീഴാൻ സ്ട്രോബെറി ഇതായി പോകും. അപ്പൊ അതിന് പകരം അവർ ചെയ്യുന്ന ഒരു വേലയാണ് UV ഷീറ്റ്. ഇതിന്റെ തന്നെ വേറൊരു മെത്തേഡ് നമ്മളിങ്ങനെ ആസ്ട്രേലിയ പോയപ്പോ കണ്ടിരുന്നു. അപ്പൊ ഇത് കൊച്ചായിട്ട് മേഞ്ഞേക്കല്ലേ. അവരൊക്കെ 4-5 ഏക്കർ സ്ഥലത്ത് ഒരു ഒറ്റ മേച്ചിലാണ്. അതിൽ ട്രാക്ടറൊക്കെ പോയിട്ടാണ് പണി ചെയ്യുന്നതും. അതേപോലെ തന്നെ ഈ സാധനം പറിച്ചുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക് റോബോട്ട് മെഷീനൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ഈ കൊച്ചു സ്ഥലത്ത് അവർ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലേ നമ്മൾ ടൂർ പോണ സമയത്ത് ഇതുമാതിരി ഫാമുകളിലൊക്കെ പോവുക, എന്തെങ്കിലും വിവരങ്ങൾ നേടുക, അതിൽ നിന്ന് കുറച്ചൊക്കെ പകർത്തുക. അതെ, ഇത് ഈ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് മൂടി അതോടൊപ്പം തന്നെ കായായി വരുന്ന സമയത്ത് മുകളിൽ മറ്റേ UV ഷീറ്റ് ഇട്ട് കൊടുത്താണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ഇതിന്റെ മെത്തേഡ്. പുറത്തു പോണ സമയത്ത് കുറെ ആഘോഷിക്കുക, കുറച്ച് നല്ല കാര്യങ്ങൾ പകർത്തുക. ഈ വിഷമുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ നമ്മൾ ഉണ്ടാക്കണല്ലേ, മേടിച്ച് തിന്നേക്കണ എത്ര നല്ലതാ. ഇങ്ങനെ കുറച്ച് സാധനം ഒരു 10 ഗ്രോ ബാഗൊക്കെ വെച്ച് വീട്ടിലുണ്ടാക്കുക. ഇതേമാതിരി ഒരു ചെറിയ സ്ഥലത്ത് 1 സെന്റ് സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടാക്കുക. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും ആ നേച്ചറൊക്കെ ഉണ്ടല്ലോ, അതൊരു സംഭവമാണ്. നീ കൂടുതൽ നീട്ടണില്ല, നിങ്ങൾ ഇതിനെ പറ്റി ചോദിച്ചാൽ മതി. വട്ടവടയിലെ സ്ട്രോബെറി തോട്ടത്തിനെ പറ്റി നെറ്റിൽ അടിച്ചു നോക്കിയാൽ ക്ലിയർ ആയിട്ട് അറിയാം. എനിക്കറിയാവുന്ന ചെറിയ വിവരം ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. താങ്ക് യു.